ഈ മരിച്ചു പോയാലും അസുഖം വന്നാലും ചിലപ്പോൾ നമുക്ക് ഈ ലവ് ഫെയിലിയർ വന്നാലും ഒക്കെ നമുക്ക് സങ്കടം വരും. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ആളുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്താന്ന് പറയട്ടെ, നമുക്ക് ബോധമുണ്ടായിരിക്കെ നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾ മറ്റുള്ള ആളുകൾ ചെയ്തു തരുമ്പോഴാണ്. ചിന്തിച്ചിട്ടുണ്ടോ അത്? എനിക്ക് ബോധമുണ്ട്, ഞാൻ കോൺഷ്യസ് ആണ്, പക്ഷെ എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും എൻ്റെ ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. അതിനൊക്കെ പരസഹായം വേണ്ടി വരിക ആണോ? അതിലും വലിയൊരു വിഷമം വേറെ വരാനുണ്ടോ? മരിച്ച ആളുകൾ മരിച്ചു പോയ സങ്കടം വരും. കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ നോർമലിലേക്ക് വരും. അസുഖം ചിലപ്പോൾ മാറി വരും, വേറെ എന്തെങ്കിലും വിഷമം വന്നാൽ മാറും. പക്ഷേ കാലാകാലം ഒരു റൂമിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ സഹായം ഇല്ലാതെ ജീവിച്ചാലുണ്ടാവുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പോരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാം. ഞാൻ പോകുന്ന പഞ്ചായത്തിൽ 292 പേഷ്യൻ്റ് ഉണ്ട് എനിക്ക്. അതിൽ 260 പേരും പ്രഷറും ഷുഗറും ഉള്ളവരാ. ഇതിൽ എത്ര ആക്കുണ്ട് പ്രഷറും ഷുഗറും? ഒന്ന് കൈ നോക്കിക്കേ. പ്രഷറും ഷുഗറുള്ള ആള് ധൈര്യമായിട്ട് നോക്കിക്കോ. ഇല്ല മുഖം, ഞാൻ ആരും മുഖം കാണുന്നില്ല കേട്ടോ, ഭയങ്കര ഇരുട്ടാ. അവിടെ ധൈര്യമായിട്ട് പൊന്തിച്ചോ. ഉണ്ടല്ലേ? ഒരു കാര്യം നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, 80% നിങ്ങളെ വീട്ടിൽ പാലിയേറ്റീവിന്റെ വണ്ടി വരും. ഉറപ്പിച്ചോ? ഒരു സംശയം വേണ്ട, വരും തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ നമ്മളോട് പറയില്ല ഒരു നേരം ഈ ചോറൊന്ന് വെച്ചപ്പോ എനിക്ക് ഷുഗർ അങ്ങോട്ട് കൂടിയല്ലേ പറയലുണ്ടാ? പായസം തരുമ്പോ പറയും ഒരു ഗ്ലാസ് പായസം കുടിച്ചപ്പോ അതങ്ങോട്ട് കൂടുക, ഈ വേണത് കുടിക്കാൻ നോക്ക്. സ്നേഹാണില്ലേ? ഭയങ്കര സ്നേഹ. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ കുടിക്കുക. എല്ലാ ദിവസവും കല്യാണം, പെരുന്നാൾ, വിഷു ആക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം ഷുഗർ ആയാലും പ്രഷർ ആയാലും പാലിയേറ്റീവിലേക്കുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഒരു സംശയം വേണ്ട. ഒന്നുകിൽ കിഡ്നി അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇത് രണ്ട് വന്നാലും ഞങ്ങൾ പാലിയേറ്റീവുകാർ ഞങ്ങൾ ഏറ്റെടുക്കും. ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എന്തിനാ ഡയാലിസിസ് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത് എന്തിനാ അറിയോ? പോട്ടെ, ഒരു ഡയാലിസിന് എത്ര രൂപ ഒരാക്കാവുന്ന അറിയോ? ആർക്കും അറിയില്ലേ? മിനിമം 1500. മിനിമം വണ്ടിക്കൂലി കൂട്ടിയിട്ടില്ല കേട്ടോ ഞാൻ. 1500 രൂപ വേണം ഒരു ഡയാലിസിന്. ഷുഗർ കൂടി കിഡ്നി പോയാൽ അടുത്ത സ്റ്റേജ് ഡയാലിസിസ് തന്നെയാണ്. നമ്മൾ എത്ര വലിയ പണക്കാരാണെങ്കിലും 2 കൊല്ലം ഡയാലിസിസ് ചെയ്താൽ തീരാവുന്നതേ നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഒരു സംശയം വേണ്ട. ഇപ്പം അടുത്ത് ഇവിടെ ഒരു ഫ്ലാറ്റിലുള്ള ഒരു രോഗിനെ ഞാൻ കണ്ടു. വക്കീലാണ്, ഇപ്പം നോട്ടറി വക്കീലായിട്ട് വർക്ക് ചെയ്യാണ്. 3 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യാണ്. ആശാപ്രവർത്തകൻ എന്നെ അവരടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ അവർക്ക് നിങ്ങളെ കെയർ ഒന്നും വേണ്ട, നല്ല ടീമാണ്, ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണ്, അവർക്ക് നിങ്ങളെ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ കിഡ്നി പേഷ്യൻ്റ് അല്ലേ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ രോഗിൻ്റെ അടുത്ത് പോയി. ഞാൻ അവിടെ എത്തിയപ്പോൾ ആ അമ്മൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത്, മോളെ എനിക്ക് ഇഞ്ചക്ഷൻ ഉള്ള മരുന്നെങ്കിലും ഹെൽത്ത് സെൻ്ററിൽ നിന്ന് കിട്ടുമോന്നാ. പുറമെ നിന്ന് നോക്കുന്നവർക്ക് വക്കീലാണ്, എല്ലാ സുഖ സൗകര്യങ്ങളിലും നിൽക്കുന്ന അമ്മയാണ്. പക്ഷെ അവർ വർഷങ്ങളായിട്ട് മെഡിസിനും ഹോസ്പിറ്റലിലും കൊടുത്ത് ഒന്നുമില്ല, കയ്യിലൊന്നും ഇല്ലാതായി. അപ്പം ഞാൻ ആ ആശാവർക്കറെ മുഖത്ത് നോക്കി, ഈ രോഗിനെ എന്താ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് അവരെ കയ്യിലെല്ലാം ഉണ്ട് എന്നുള്ള ധാരണയാണ്. പക്ഷെ എല്ലാ രോഗികൾക്കും എന്ത് വേണം? സഹായം വേണം. അത് ചിലപ്പോൾ പണമായിട്ടല്ലെങ്കിൽ എന്തായിട്ട് വേണ്ടി വരും? ആളായിട്ട്. നിങ്ങൾ രോഗികളെ കാണാൻ പോകലുണ്ടോ? എല്ലാവരും പോവോ? സ്കൂളിൽ ലീവാക്കി എത്ര ആള് മക്കളെ രോഗികളെ കാണാൻ കൊണ്ടുപോകും? സത്യം പറയണം. ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. കല്യാണത്തിനാണെങ്കിലോ? ഓ. കുടിരിക്കലിനാണെങ്കിലോ? ഓ. പക്ഷെ രോഗികളെ കാണാൻ പോയി, ഈ സ്കൂളിൽ പോയി കന്നെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. രൂപമൊക്കെ ഇട്ട രോഗിയാ, കാണാൻ പറ്റൂല. ഈ കുട്ടിക്ക് കാണാൻ പറ്റൂലേ? ഈ കുട്ടികൾ അത് കാണാതെ എങ്ങനെ ഒരു നമ്മളെ നോക്കൂ? ഞാൻ തന്നെ ഒരു വീട്ടിൽ ചെന്നാൽ അമ്മമാർ പറയും, മോളെ അങ്ങോട്ട് പോയിക്കോ, സിസ്റ്റർ ചെയ്യുന്നതൊന്നും കാണണ്ടാന്ന്. എന്തിനങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ആ മോളെ അങ്ങോട്ട് വിളിച്ചു. ഇപ്പം എന്താ അസുഖം എന്ന് നിനക്കറിയോന്ന് ചോദിച്ചു. +2 പഠിക്കുന്ന കുട്ടിയാ.
ഉപ്പയ്ക്ക് എന്താ അറിയില്ല. ഏത് മരുന്നാ കുടിക്കുന്നതെന്ന് അറിയോ? അറിയില്ല. ഉപ്പ എങ്ങനെ കിടപ്പിലായതെന്ന് അറിയോ? അറിയില്ല. സ്വന്തം പോറ്റി വലുതാക്കിയ വാപ്പ വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. ഏത് മരുന്ന് വാപ്പ കുടിക്കുന്നുണ്ട്, എന്താണ് ഉപ്പയുടെ അസുഖം എന്നറിയാത്ത മക്കളെ കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. അതാരാ അങ്ങനെ ആക്കുന്നത്? നമ്മൾ ഇനി ഒരു സംശയം വേണ്ട. എൻ്റെ കുട്ടീനോട് എൻ്റെ കൂടെ പോരും ഹോം കെയറിന് പറഞ്ഞാൽ പോരൂല. ഞാൻ ടാബ് കളിക്കട്ടെ എന്ന് പറയും, പോരൂല. കാരണം എന്താ? തുടക്കം മുതലേ അവർക്ക് ആളുകളെ കാണാനും ആളുകളെ പരിചരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കേണ്ടത് ആരാ? നമ്മൾ തന്നെയാ, വേറെ ആരുമല്ല. നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? കുട്ടികൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു ട്യൂബ് മാറ്റുന്നത് കുട്ടി കണ്ടാൽ എന്താ കുഴപ്പം? ഒരു പേടിച്ചു പോവോ? അതിലും വലിയ ഹൊറർ മൂവീസ് ഫീൽഡ് 12 മണിക്ക് ഇരുന്ന് കാണുന്ന കുട്ടികൾ ഒരു ട്യൂബ് മാറ്റുന്നതോ മൂക്കിൽ ട്യൂബ് ഇടുന്നതോ ഒരു മുറിവ് കണ്ടാലോ പേടിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഇപ്പം നിങ്ങൾ ഈ പ്രഷറും ഷുഗറും എന്താണെന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ മരുന്ന് കുടിക്കുന്നത്? അല്ല. ആണോ? അല്ല. അല്ലേ? അവനാനുള്ള അസുഖം എന്താണെന്ന് അറിഞ്ഞിരിക്കാനുള്ള അവകാശം നമുക്കില്ലേ? ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ അറിഞ്ഞോ? ഇപ്പം അതൊരു ക്രെഡിറ്റ് ആണല്ലേ പ്രഷറും ഷുഗറൊക്കെ വരുന്നത്. നല്ലൊരു സത്യാവസ്ഥ പറയാം. ഈ ലോകത്തിലെ തലസ്ഥാനം, ഡയബറ്റീസിന്റെ തലസ്ഥാനം, അതായത് ഷുഗറിന്റെ തലസ്ഥാനം, അത് ഏതാണെന്നറിയോ? ലോകത്തിൽ ലോകം കേരളോ? ഇന്ത്യ. ഇന്ത്യയിൽ നമ്പർ 1 കേരളം. കാരണം എന്താ? നമ്മളെ ഭക്ഷണ രീതി വേറൊന്നുമല്ല. ഞാൻ ഒരു ഉപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി ഡയറ്റ് പറഞ്ഞു തരട്ടെ എന്ന്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, മരിക്കുന്നിടത്തോളം അങ്ങനെ തിന്ന് ജീവിക്കല്ലാതെ സിസ്റ്റർ, അതിങ്ങനെ തിന്നാതെ ജീവിച്ചിട്ട് എന്താ കാര്യമൊന്നും. എല്ലാവരും ഉള്ളിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളേ. പക്ഷേ നിങ്ങൾ തിന്നോ, തിന്ന് മരിച്ചു പോവില്ല. പ്രഷറും ഷുഗറും വന്നാൽ സ്ട്രോക്ക് വരാന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടുകണോ? തളർന്ന് കിടക്കുന്ന ആൾക്കാരെ, ഒരു വശം തളർന്ന് 2 വശം തളർന്ന് കിടക്കുന്ന ആൾക്കാർ. അതെന്തുകൊണ്ടാ? പ്രഷർ കൊണ്ടാണോ ഷുഗർ കൊണ്ടാണോ സ്ട്രോക്ക് വരിക? എന്തുകൊണ്ടാ വരിക? സൗണ്ട് കൂടുന്നുണ്ടോ? പ്രഷർ കൊണ്ടാണോ ഷുഗർ കൊണ്ടാണോ? പ്രഷർ ഉറപ്പിച്ച് 3 വട്ടം ഉറപ്പിച്ചില്ലേ? കൊളസ്ട്രോള്, പിന്നെന്തുണ്ടോ? ഷുഗർ കൊണ്ട് സ്ട്രോക്ക് വരൂലേ? അതാ പറഞ്ഞ ഷുഗർ എന്താ നമുക്ക് അറിയേണ്ടത്, വരുമല്ലേ അറിയാനില്ലേ? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ രക്തം ഓടണമെങ്കിൽ ചെറിയൊരു മർദ്ദം നമ്മളെ ശരീരത്തിൽ വേണം. ആ മർദ്ദം, രക്തക്കുഴലിന് രക്തം കൊടുക്കുന്ന മർദ്ദത്തിനെയാണ് പ്രഷർ എന്ന് പറയാ. അതിന്റെ നോർമൽ നമ്മൾ പറയാം 120/80. പക്ഷെ ആർക്ക് നോക്കിയാലും അത് നോർമലായി നിൽക്കൂല. പക്ഷെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നോക്കുമ്പോൾ 140ന്റെ മുകളിലോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പം ഇവിടെ എല്ലാ ഏരിയയിലും MLSPക്കാർ വന്ന് NCD ക്യാമ്പ് നടത്തും, ജീവതാളത്തിൻ്റെ ക്ലാസ് എടുക്കും, ശൈലിൻ്റെ ഇത് രജിസ്റ്റർ ചെയ്യും. ഒറ്റാളും പോവില്ല. എന്താ പറയുക? പണിക്ക് പോകണം. ഒരു ദിവസത്തെ പണി നോക്കിയാലേ ഓൾക്ക് ഷുഗറും പ്രഷറോടെ നോക്കിയാൽ മതി. ഞാൻ പറയട്ടെ, മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ കാലകാലം പണിക്ക് പോകേണ്ടി വരില്ല. പിന്നെ നിങ്ങളാരെങ്കിലും പണിയെടുത്ത് നോക്കേണ്ടി വരും. ചെറിയൊരു അസുഖമായിട്ട് അതിന് 2 നിങ്ങൾ കണക്കാക്കണ്ട. ആ രോഗികളെയാണ് ഞാൻ ഈ പരിചരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം. 35 വയസ്സുള്ള ഒരാൾ നമ്മളെ കൊടശ്ശേരി താഴത്ത് സ്ട്രോക്ക് വന്ന് കിടക്കുന്നുണ്ട്. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. എന്നെണീക്കുന്ന ഒരു ഐഡിയ ഇല്ല. സ്ട്രോക്ക് വന്നവർ ഉയിക്കാൻ കൊണ്ടുപോകും അല്ലേ? ഉയിച്ചിൽ നടത്തലുണ്ടോ? അപ്പുറത്തെ വേണുകേട്ടൻ ഉയിഞ്ഞപ്പോൾ വേണീറ്റ് നടന്നീ, നിങ്ങളൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്ക്, ഉയിഞ്ഞാൽ ശരിയാവും. പറയലുണ്ടോ? ഉണ്ട്. അതെന്താ നമ്മളങ്ങനെ പറയുന്നത്? നമുക്കറിയോ? വേണുകേട്ടന് വന്ന അസുഖം എന്താന്ന് നമുക്കറിയോ? ഇല്ല. പക്ഷെ ഞങ്ങളത് പറയും. രോഗികളെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കല്? ഫസ്റ്റിലൊരു അസുഖം വന്ന ഒരാൾ വീട്ടിലേക്ക് വന്നാൽ 1 മാസം അവിടെ കല്യാണത്തിൻ്റെ ആൾക്കാരുണ്ടാവും. 1 മാസം വരെ. പിറ്റത്തെ ആഴ്ച മുതൽ കുറഞ്ഞ് ലാസ്റ്റിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒന്നുകിൽ ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലേ? അപ്പുറത്ത് പോയി നിന്നിട്ട് പഠിച്ചോനെ ഓളൊരവസ്ഥ കാണണം, പാവുണ്ട്, നോക്കണ പെണ്ണിനെ സമ്മതിക്കണം. പറയലുണ്ടോ? എപ്പോഴെങ്കിലും പാലിയേറ്റീവ് സിസ്റ്റർ വരുമ്പോൾ അവൾക്ക് ആകെ ഒരു ആശ്വാസം. അതെന്താ? നിങ്ങൾക്ക് ആർക്കും പറ്റൂലേ പോയി നോക്കാൻ? രോഗികളെ നോക്കാൻ സിസ്റ്ററോ പിന്നെ ഡോക്ടറോ തന്നെ വേണോ?
വേണ്ട. അപ്പോൾ അതാ പറഞ്ഞത്, പാലിയേറ്റീവ് എന്താണെന്ന് ആദ്യം അറിയണം. നിങ്ങളെല്ലാവരും വോളണ്ടിയർമാരാ. പാലിയേറ്റീവിൻ്റെ വോളണ്ടിയർ ആവാൻ എന്തും വേണ്ട, ഡിഗ്രിയോ ഡിപ്ലോമയോ നിങ്ങളെ കയ്യിൽ വേണ്ട. മനുഷ്യരോട് സംസാരിക്കാനും ചിരിക്കാനുമുള്ള മനസ്സ് മതി. പക്ഷേ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവരോട് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വീട്ടിൽ ഒരാൾക്ക് കിടന്ന് പുറം പൊട്ടി മുറിവ് തുന്നിക്കട്ട എന്നും നഴ്സിനെ വിളിക്കണോ? നമുക്ക് ചെയ്തൂടെ? അതിനൊക്കെ ട്രെയിനിങ് പാലിയേറ്റീവ് കൊടുക്കുന്നുണ്ട്. ഒരു ട്യൂബ് ഊരിപ്പോയി, ഒരാൾ പെട്ടെന്ന് രാത്രിയിൽ മരിച്ചു, നിങ്ങൾക്ക് ആ ട്യൂബ് ഒന്ന് ഊരണം. ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഡോക്ടർ നഴ്സിനെ ഒന്നും നിങ്ങൾ അയൽപക്കത്തൊന്നുമില്ല, വിളിച്ചിട്ട് കിട്ടൂല. അത് ഊരാൻ നിങ്ങൾ പഠിച്ചു വെക്കണ്ടേ? ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കിടപ്പ് രോഗികളല്ലാത്തവരുണ്ടോ? ഇല്ല. അതൊക്കെ പഠിക്കലും അറിയലും തന്നെയാണ് പാലിയേറ്റീവ്. പാലിയേറ്റീവിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം എന്ന് പറയുന്നത് ശാരീരികം, മാനസികം, സാമൂഹികം, ആത്മീയം, ഇത്രയും തരത്തിലുള്ള കെയർ കൊടുക്കണം. ഇപ്പോഴത്തെ പാലിയേറ്റീവ് അത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താ ചെയ്യാത്തേ? എന്തുകൊണ്ടാ ചെയ്യാത്തേ? ഇപ്പൊ ഒരു പാലിയേറ്റീവ് നഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, ഞാൻ പാലിയേറ്റീവ് കെയർ ഒരു രോഗിക്കും കൊടുക്കുന്നില്ല. ഞാൻ എഴുതി തരാം, ഞാൻ ഒരു രോഗിക്കും പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നില്ല. കാരണം ഞാൻ കൊടുക്കുന്ന രോഗികൾക്ക് ക്ലിനിക്കൽ കെയർ, ഹോസ്പിറ്റലിന് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മറ്റ് 4 കെയറും കൂടെ കൊടുത്താലേ പാലിയേറ്റീവ് കെയർ ആവുള്ളൂ. മാനസികമായിട്ട് സപ്പോർട്ട്. ഒരു 10 മിനിറ്റ് രോഗിയുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് 100 കോളാ. സിസ്റ്റർ ഒന്ന് ഇവിടെ വരി, അവിടെ ട്യൂബ് വിട്ട്, ഇവിടെ ട്യൂബ് ഊരി, ഇവിടെ BP കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇനി സംസാരിക്കാൻ പോലും ഒരു നഴ്സിന് സമയം ഉണ്ടാവില്ല, കാരണം പഞ്ചായത്തിൽ ഒരു നഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നഴ്സിന് ബാക്കി എല്ലാ കെയറും കൊടുത്ത് ടോട്ടൽ പാലിയേറ്റീവ് കെയർ കൊടുക്കാം എന്നുള്ളൊരു ഇത് വേണ്ട, കഴിയൂല. ഞാൻ പരീക്ഷിച്ച് മടുത്ത കാര്യമാണ്. ആ മറ്റ് കെയർ കൊടുക്കാനാണ് ഞങ്ങൾക്ക് ആളെ വേണ്ടത്, വോളണ്ടിയേഴ്സ്. അതാണ് നമുക്ക് വേണ്ടത്. മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയോ? എന്താ ഇപ്പോൾ പോയിട്ട് രോഗികളെ കണ്ടിട്ട് എന്താ പേരെന്നോ എന്താ വർത്താനോന്ന് ചോദിക്കൂല്ലേ? ചായ കുടിച്ചിനോ ചോറ് തിന്നിനോന്നൊക്കെ ചോദിക്കും. ആരെങ്കിലും ചോദിക്കലുണ്ടോ വയറ്റിന്ന് പോയിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ മൂത്രം ശരിക്കും പോകുന്നുണ്ടോന്ന് ചോദിക്കലുണ്ടോ? നിങ്ങൾ ഉറങ്ങുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പോവും, 1 കിലോ ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് എന്തെങ്കിലും ഒന്ന് കയ്യിലുണ്ടാവും, അവിടെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് വീട്ടുകാരോട് കുറച്ച് കഥ പറയും, നമ്മൾ ഇങ്ങോട്ട് പോരും. ആ രോഗിയുടെ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കലുണ്ടോ? ഇല്ല. കാരണം സമയമല്ല, നമുക്ക് വേറെ കുറേ കഥ പറയാനുണ്ടാവും. ഇനി പോയാൽ തന്നെ രോഗിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒന്നും വരണ്ടിയല്ല, ഇതിൻ്റെ അത്രയും കൂടി തിന്നുന്ന ആളല്ല, ഞങ്ങൾക്കിപ്പോൾ എങ്ങനെ ഇത് വന്ന് പറഞ്ഞിട്ട് നിർത്താം അല്ലേ? ഉള്ള കോൺഫിഡൻസ് രോഗിൻ്റെത് പോയി കിട്ടും. അങ്ങനല്ലേ ഉണ്ടാവുക? അല്ല, അപ്പുറത്താക്ക്, നേരത്തെ സാറ് പറഞ്ഞ പോലെ അപ്പുറത്താക്ക് തന്നെ ഇനി അല്ലേ? ഒലിപ്പ കണ്ടായത് അങ്ങനെ പറയും. ഇനി ഒന്നും വേണ്ട, അതൊന്നും പറയരുത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഓരോ മുഖത്ത് നോക്കി നിൽക്കുന്ന ഒരു നിപ്പുണ്ട്, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇറങ്ങിപ്പോന്നാണ് മറ്റവർ പറയുന്നത്. കാരണം എന്താ, നമ്മൾ ഓരോ മുന്നിൽ ഹാപ്പി ആയിട്ടല്ല ഇവിടെ വന്നിട്ട് ഇപ്പം എങ്ങനെ അവരോട് ചിരിച്ച് നിർത്താനും പറയാം, ഓർക്ക് എന്താ തോന്നാന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളെ ചിരിയാണ് അവർക്ക് കാണണ്ടേ, നിങ്ങൾ വേറെ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. അവളൊന്ന് ചിരിച്ചു നോക്ക്, ആ ചിരി മതി. ഇന്നലെ ഇപ്പം ഞാൻ ഏകദേശം പെരുവൽ പാലിയേറ്റീവിൻ്റെ വർക്ക് കഴിയാനായി. ഇപ്പം ഇന്നലെ ഒരു ഉപ്പൻ്റെ അടുത്ത് ഞാൻ പോകുമ്പോൾ ഉപ്പനോട് പറഞ്ഞു, ഉപ്പ ഞാൻ കഴിഞ്ഞു കിട്ടോ, ഇനി അടുത്ത മാസം മുതൽ വേറെ സിസ്റ്റർ വരും കേട്ടോ. അപ്പത്തിന് ഉപ്പൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ കുട്ടി എങ്ങോട്ടാ പോണത് എന്ന് ചോദിച്ചിട്ടോട്. അത് മതി, ഈ 6 മാസം ജോലി ചെയ്തതിന് വേറെ ഒന്നും ഉപ്പയ്ക്ക് കിട്ടാനില്ല. കാരണം ആ ഉപ്പ പിന്നെ വിടുന്നില്ല. കാരണം ഓരോരുത്തർ സംസാരിക്കുന്നവരവർക്ക് വേണം, അതിനാണ് ആളില്ലാത്തത്. എപ്പോഴെങ്കിലും പോയി 1 കിലോ മുന്തിരി ആപ്പിളോ ഒന്നും കൊണ്ടു കൊടുത്ത് പോകുന്നതുകൊണ്ട് നമ്മളെ രോഗികളെ വിസിറ്റ് ചെയ്യണതാവൂല. ആ രോഗികളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം, ആ രോഗിക്ക് എന്താ ആവശ്യമെന്ന് മനസ്സിലാക്കണം. എത്ര രോഗികളുണ്ട് ഒരു വാർഡിൽ മിനിമം 4 CKD പേഷ്യൻസ് ഉണ്ട്, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് മിനിമം ഒരു വാർഡിലാണ്. ഇപ്പോൾ പെരുവൽ പഞ്ചായത്തിലാണ് 22 വാർഡുണ്ട്, മാവൂർ 17-18 വാർഡുണ്ട്. ഒരു വാർഡിൽ വെച്ചിട്ട് നിങ്ങൾ കണക്കാക്കി നോക്കി ഒരു പഞ്ചായത്തിൽ എത്ര കിഡ്നി പേഷ്യൻ്റ് ഉണ്ട് എന്നുള്ളത്. ഈ കിഡ്നി പോണത് എന്തുകൊണ്ടാ? മരുന്ന് കുടിച്ചിട്ടാണോ? അല്ലേ? ആണോ? പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കുടിച്ചിട്ട് കിഡ്നി പോകുന്ന ചിന്തിക്കുന്ന എത്ര ആൾക്കാരുടെ മുന്നിലുണ്ട്? ഇതിപ്പം എന്നെ കൈ പൊക്കാന്ന് വിചാരിച്ചിട്ടാ? സത്യം പറഞ്ഞാൽ മതി, മനസ്സിലുള്ളത് നിങ്ങൾ പറയണം. ആ മരുന്ന് കുടിച്ചാൽ എൻ്റെ കിഡ്നി പോകും, അതുകൊണ്ട് ഞാൻ മരുന്ന് കുടിക്കൂല.
നിങ്ങളെ മരുന്ന് എവിടുന്നാ വിഘടിക്കുന്നത്? മരുന്നിന്റെ ഡൈജഷൻ നടക്കുന്നത് എവിടുന്നാ? ദഹനം നടക്കുന്നത് പള്ളയിലൊരു അവയവത്തിൽ നിന്നാണല്ലോ, കിഡ്നിന്നാണോ? അല്ല, നമ്മളെ എല്ലാ സാധനങ്ങളും വിഘടിക്കുന്നതും ഡൈജഷൻ നടക്കുന്നതും ലിവറിനാ. അതാദ്യം നമ്മൾ ഓർത്ത് വെക്ക, ലിവർ. അങ്ങനെ മരുന്ന് കുടിച്ചിട്ട് പോണെങ്കിൽ എന്ത് പോവണം? ലിവർ അടിച്ച് പോണം, കിഡ്നി അല്ല. പിന്നെ കിഡ്നിയെ ബാധിക്കുന്ന മരുന്നുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. നെഫ്രോടോക്സിക് ഡ്രഗ്സ് ഉണ്ട്, പക്ഷെ അത് അത്രയും സിവിയർ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ്, അത്രയും വലിയ വലിയ അസുഖങ്ങൾക്ക് നിർബന്ധിതമാണെങ്കിൽ മാത്രം ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന സാധനമാണ്. ഒരിക്കലും പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കുടിച്ചിട്ട് കിഡ്നി പോവില്ല. പ്രഷറും ഷുഗറും ഉണ്ടെങ്കിൽ കിഡ്നി പോവും. പ്രഷർ ഒരു കിഡ്നി അസുഖമാണ്, മനസ്സിൽ വെച്ചോളാം. പ്രഷർ ഉണ്ടെങ്കിലും കിഡ്നി പോവും. സ്ട്രോക്ക് പ്രഷർ ഉണ്ടെങ്കിലും വരും, ഷുഗർ ഉണ്ടെങ്കിലും വരും. പ്രഷർ കൂടിയ തലച്ചോറിലെ ഞരമ്പ് പൊട്ടിയിട്ട് തളർന്നു പോകും. ഷുഗർ ആണെങ്കിൽ അത് ഷുഗറിൻ്റെ ഉള്ള ആളുകളെ ബ്ലഡ് കണ്ടിട്ടുണ്ടോ? കൊഴുപ്പുണ്ടാവുക. ആ കൊഴുപ്പ് അടിഞ്ഞ് ക്ലോട്ടായിട്ട് ഒരു ഭാഗം തളർന്നു പോകും. രണ്ട് വന്നാലും കുഴച്ചിൽ ഉറപ്പാ. ഇന്നിപ്പോൾ പ്രഷർ നോക്കി, ഇന്നിപ്പോൾ പ്രഷർ നോർമൽ, അന്ന് മരുന്ന് കുടിക്കേണ്ട, വേണമെങ്കിൽ നാളെ കുടിക്കാം, അങ്ങനെ വിചാരിക്കണമല്ലേ? ഏറ്റവും വലിയ മണ്ടത്തരും തെറ്റുമാണത്, ഏറ്റവും വലിയ തെറ്റാണത്. നിങ്ങൾ വിചാരിക്കും ഈ പ്രഷറിൻ്റെ ഷുഗറിൻ്റെ മരുന്ന് കുടിച്ചാൽ കാലാകാലം കുടിക്കേണ്ടി വരുന്നു. വേണ്ട. നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിച്ചാൽ, നല്ല എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മരുന്ന് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് പതുക്കെ അത് സ്റ്റോപ്പാക്കാം. ഇന്നിപ്പോൾ ഒരു ഗുളിക നിങ്ങൾ 5 mg കുടിച്ചു, നാളെ നിങ്ങളത് കുടിച്ചില്ല, മറ്റന്നാളേക്ക് നിങ്ങളെ BP ഹൈ ആയ ഡോക്ടർ 10 എഴുതു. അതൊരിക്കലും മരുന്ന് നിങ്ങൾ മിസ്സാക്കരുത്. എത്രയോ രോഗികൾ പ്രഷറിൻ്റെ മരുന്ന്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 35 വയസ്സായ ഒരാളുണ്ടെന്ന്. അപ്പോൾ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു പ്രഷർ ഉണ്ടായിരുന്നോ? അപ്പോൾ പറഞ്ഞു ഇല്ല സിസ്റ്ററെ, 35 വയസ്സല്ലായിട്ടുള്ളൂ, അവന് പ്രഷറൊന്നുമില്ല. അപ്പോൾ രോഗിൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഗുളിക കുടിച്ചിട്ടില്ല, അവരോടൊന്നും പറഞ്ഞിട്ടുമില്ല. രോഗി ഇപ്പം തിരിച്ചറിഞ്ഞ് എന്തുകൊണ്ടാണ് വീണ് പോയത് എന്നുള്ളത്. അപ്പം ചെറിയൊരു അസുഖമായിട്ട് നിങ്ങൾ പ്രഷറിനെയും ഷുഗറിനെയും കണക്കാക്കരുത്. കണക്കാക്കിയാൽ നാളെ പാലിയേറ്റീവിൻ്റെ വണ്ടിയിൽ ആളുകൾ നിങ്ങളെ വീട്ടിലെത്തും. പണ്ടൊക്കെ പാലിയേറ്റീവ് വണ്ടി കണ്ട എല്ലാവരും പറയും എന്താ, ഏകദേശം പാടെ പന്തൽ വരും, കണ്ണൂക്കാവാനായി. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചിരുന്നേ? മരിക്കാനാവുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ട്യൂബിടലും ട്യൂബൂരല്, ട്യൂബ് വണ്ടിന്ന്. ഞങ്ങളെ ഡ്രൈവർ എപ്പോഴും പറയും നമ്മളത് ട്യൂബ് വണ്ടിയാണ്. ഞാൻ പറഞ്ഞു അത് മാറ്റാൻ തുടങ്ങി. ഞാൻ അവിടെ എത്തിയതിന് ശേഷം മാറ്റാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം ക്യാൻസറും കിഡ്നിയും കാണട്ടെ, എന്നിട്ട് ഞാൻ ട്യൂബുള്ളത് നോക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ ട്യൂബ് ഇടുന്നത് എന്തിനാ? ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ട്യൂബ് ഇടേണ്ടി വരും. നമ്മളെ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി ഒരു 600 ലിറ്ററാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ് ലൂസായി വരും. ഒരു 300 മില്ലിയും കൂടി അതിൽ താങ്ങൂല, മൂത്രം അറിയാതെ പോവും. അതിനെ പിടിച്ച് ട്യൂബ് ഇട്ടാൽ പിന്നെ ആ രോഗി എന്തായി? പാലിയേറ്റീവ് രോഗിയായി അല്ലേ? പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല, ആൾക്കാർ കണ്ടാൽ മോശ, മുറ്റത്തേക്കൊന്നും ഇറങ്ങൂല, ഒരു പരിപാടിക്ക് അവർ പോരൂല. പിന്നെ കിടന്ന് പുറം പൊട്ടി കറക്റ്റ് ഒരു രോഗിയാക്കി മാറ്റും. ആരാ രോഗിയാക്കുന്നത്? പാലിയേറ്റീവുകാരാ? ആരാ ഈ മൂത്രം ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് നന്നാക്കാനാവില്ല, നിങ്ങളൊന്ന് വന്ന് ട്യൂബ് ഇട്ടൊരു സിസ്റ്ററെ എന്ന് പറയല്? വീട്ടുകാരാ പറയല്. ഞാൻ എൻ്റെ പഞ്ചായത്തിൽ ഒരുപാട് ട്യൂബ് ഊരി കളഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്തതാണ്, ഞാൻ ഇട്ട് തരില്ല, നിങ്ങൾക്ക് ഇനി ഇടണമെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനോട് എഴുതിച്ചോ, എന്നാൽ ഞാൻ ഇട്ട് തരാം. ഇൻകോണ്ടിനൻസ് എന്നാ പറയാം, മൂത്രം അറിയാതെ പോകുന്നതിന്. ആ കണ്ടീഷന് ട്യൂബ് ഇടണ്ട. കുട്ടികൾ മൂത്രം ഒഴിക്കൂലേ ഒരു ചെറുപ്പത്തിൽ? നമ്മൾ എന്തേലും ചെയ്യല്? ഒന്നുകിൽ സമയം അനുസരിച്ച് പോലെ ബാത്റൂമിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ വിരിക്കുന്ന പാഡ് വെച്ച് കൊടുക്കുക. അല്ലാതെ ഇതിന് ട്യൂബ് ഇട്ട് ആ ഉപ്പ വെള്ളം കുടിക്കൂല. ഇൻഫെക്ഷൻ വന്ന് എല്ലാ ദിവസം പോകുമ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം. 20 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോയിട്ട് 5 ഗ്ലാസും കൂടെ വെള്ളം കുടിക്കില്ല. അങ്ങനത്തെ രോഗിയൊക്കെയാണ് ട്യൂബ് ഇടുക. ഇപ്പം മൂത്രം കെട്ടി കിടക്കുന്ന ഒരാൾക്ക് ട്യൂബ് അല്ലാതെ വേറെ വഴിയില്ല. മുറിവുണ്ട് പുറത്ത്, മുറിവിലേക്ക് മൂത്രം മാലും ആവുന്നുണ്ടെങ്കിൽ ട്യൂബ് ഇടണം. കാലിന് പൊട്ടുണ്ട്, അനങ്ങാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകാൻ, അതിന് ചിലപ്പോൾ ട്യൂബ് ഇടേണ്ടി വരും. അല്ലാതെ പ്രായമായിട്ട് മൂത്രം അറിയാതെ പോകുന്നതെന്ന് ട്യൂബ് ഇടുന്ന ഒരുപാട് രോഗികൾ എടുത്ത് പോകുന്നതാ. ആ അമ്മമാരെന്നോട് ചോദിക്കും മോളെ ഇതൊന്ന് ഒഴിവാക്കി തരുമോ? അപ്പത്തിന് അവിടുന്ന് ചുറ്റുള്ളവർ പറയും വേണ്ട ടെസ്റ്റേ, എപ്പോഴും മൂത്രമൊഴിക്കും, മൂത്രത്തിൽ തന്നെ കിടക്കേണ്ടി വരും, ഞങ്ങൾക്കാവില്ല. അങ്ങനെ പറയാം. നമുക്ക് വേറെ സാധാപത്തോടെ നോക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. പറഞ്ഞു കൊടുക്കാം, നാളെ നമുക്ക് വരും. ഒരു 55 വയസ്സ് കഴിഞ്ഞ് ഇന്ന ട്യൂബ് ഇട്ട് അവിടെ കിടത്തിയ എന്താവും അവസ്ഥ? എന്താവും? ഞാനും പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ആ ട്യൂബും പിടിച്ച് അവിടെ കിടക്കും. നമ്മുടെ സ്വന്തക്കാരാണ്.
മൂത്രം പോയാലും മലം പോയാലും നന്നാക്കേണ്ടത് നമ്മളാണ്. ആരിലും ഉണ്ടാക്കിയെടുക്കണം? ഇതുപോലുള്ള മക്കളിൽ. അത് ഉണ്ടാക്കിയെടുക്കാത്തതുകൊണ്ടാണ് അവസാന നാളിലാവുമ്പോഴത്തേന് നമ്മൾ ട്യൂബിലൊക്കെ ആയി പോകുന്നത് അല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പ്രഷറിൻ്റെ മരുന്നിൻ്റെ പേരറിയോ നിങ്ങൾക്കൊക്കെ? നിങ്ങൾ കുടിക്കുന്ന മരുന്നിൻ്റെ പേരുള്ള ആൾക്കാരോട് ചോദിച്ചോക്കട്ടെ, അറിയോ? പഠിച്ചു വെച്ചിട്ടുണ്ട് ആരെങ്കിലും? ഇപ്പോഴത്തെ മക്കളെ പേര് പഠിക്കുന്നില്ല, അതിലും വലുതൊന്നും അല്ല അതൊന്നും അല്ലേ? ഇപ്പോഴത്തെ മക്കളെ പേര് പറയാൻ കിട്ടും നമുക്ക്? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അത്രക്കൊന്നുമില്ല. ഒന്നൊക്കെ ടെൽമി അല്ലെ അംലോ മെറ്റ്ഫോമിന് ഗ്ലിമി ഇത്രയൊക്കെ ഉള്ളൂ മരുന്നിൻ്റെ പേര്. ഇത് നമ്മൾ പഠിച്ചു വെക്കുക. കാരണം എന്താണെന്നറിയോ? ഒരു സ്ഥലത്ത് നമുക്ക് ക്ഷീണോ ബുദ്ധിമുട്ടോ വന്ന് ആരെങ്കിലും എന്തെങ്കിലും മരുന്ന് തരുന്നുമ്പോൾ നമ്മളൊന്ന് പറയുക, ഞാൻ ഇന്ന മരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡോസ് ഒന്നും വേണ്ട, എപ്പോഴും എടുത്ത് ഇങ്ങനെ നിറം നോക്കി കുടിക്കുന്നതിന് പകരം മക്കളോട് ആ പേരൊന്ന് പറഞ്ഞുണ്ടാന്ന് പറയാം. അത് കുടിക്കുക, അത് അറിഞ്ഞു വെക്കുക. പറയാൻ പറ്റൂല, പറയണോ? എവിടെ തട്ടല്? തലയിലാണോ? തലയിലാണോ തരിപ്പ് പോയ തട്ടല്? 3 തരം ഉറപ്പിച്ച? ഈ തലയിലേക്ക് ഇവിടുന്ന് കോയലുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ തിന്നുന്നത് എങ്ങനെയാ തലയിലെത്തുന്നേ? വഴിയൊന്ന് കാണിച്ചേരി. എങ്ങനെയാ തിന്നേ? ഞാൻ പഠിച്ചിട്ടില്ല. തിന്നുന്നത് പോവാൻ 2 കോയലേ ഉള്ളൂ. ഒരു കോയിൽ നമ്മളെ വയറ്റിലേക്ക് എത്തുന്നത്, മറ്റേ കോയിൽ നമ്മളെ ലങ്സിലേക്ക് എത്തുന്നത്. ചുമക്കല്ലേ ചെയ്യാ തരിപ്പ് പോയാൽ? ആണോ? തലേന്നാണോ ചുമ വരുന്നേ? അല്ല, പിന്നെ എവിടുന്നാ? ഇത് ഒരു വളണ്ടിയറിൻ്റെ കൂടെ വന്നപ്പോൾ ഒരു രോഗിക്ക് ഒരു കഞ്ഞി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ആ അമ്മക്ക് തരിപ്പ് പോയി. വളണ്ടിയർ തട്ടലോട് തട്ടല, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ കൂടെ വന്ന ആളല്ലേ. പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു, തലയിലേക്ക് എങ്ങനെ അത് കയറിയത് എന്നൊന്ന് പറഞ്ഞു തരുന്നു. പണ്ട് ആളുകൾ ചെയ്തത് കണ്ടിട്ടാ. ഇനിയെങ്കിലും പടച്ചോനോർത്തങ്ങൾ തലയിൽ തട്ടണ്ട. തട്ടിയില്ലെങ്കിലും വേണ്ടില്ല, തലയിൽ തട്ടണ്ട. മനസ്സിലായോ? പുറത്താ തട്ടേണ്ടത്. കാരണം ഇത് ലങ്സിലേക്ക് ഇറങ്ങുന്നത്, ശ്വാസകോശത്തിലേക്ക്. ശ്വാസകോശം തലയിലല്ല, ശ്വാസകോശത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് നമ്മൾ ചുമക്കുന്നത്. അതിന് പുറത്ത് തട്ടിയാലേ നമ്മളെ മറ്റേ അന്നനാളത്തിലേക്ക് അത് മാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തലയെ തട്ടണ്ട, പുറത്ത് തട്ടണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് മൂക്ക് കൂടെ വരുന്നുണ്ടല്ലോ. മൂക്ക് കൂടെ വരാൻ തലേന്നാണോ ഇറങ്ങുന്നത്? ആണോ? ഇത്രയും ബുദ്ധിയില്ലാത്ത നമ്മളാണ് മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾ ആടെ കൊണ്ടുപോയി നോക്കി അസുഖം മാറും, ഇവിടെ കൊണ്ടുപോയി നോക്കി അസുഖം മാറും എന്ന് പറയുന്നത് അല്ലേ? ഇനിയൊക്കെ പോട്ടെ, വേറൊരു കാര്യം ചോദിക്കുക. അപസ്മാരം വരുമോ? വരുന്നവരുണ്ട്. ആരൊക്കെ താക്കോല് കൈ കൊടുക്കും? നമ്മൾ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ ദിവസം നമ്മൾ അറിയുന്ന ഇതൊന്നും ആർക്കും മാറ്റാൻ പറ്റൂല. താക്കോല് കൈ കൊടുത്തിട്ട് അപസ്മാരം നിന്ന് എത്ര ആൾക്കാരുണ്ട് ഇവിടെ? എന്തിനാ താക്കോൽ എടുക്കുന്നേ? എന്താ ഇരുമ്പിന്റെ പ്രശ്നത്തോണ്ട് എന്താ അപസ്മാരം നിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ കൊടുക്കണേ? ഇപ്പോഴാ ആലോചിക്കണല്ലേ ഇപ്പൊ എന്തിനാ ഇപ്പൊ കൊടുത്തത്? ഒരു അപസ്മാരത്തിന്റെ ഡ്യൂറേഷൻ സമയം എന്ന് പറയുന്നത് 2-3 സെക്കൻഡാ. നിങ്ങൾ താക്കോല് കൊടുത്തില്ലെങ്കിലും അത് നിൽക്കും. അതിൻ്റെ 4 സ്റ്റേജ് കഴിഞ്ഞാൽ അപസ്മാരം അവിടെ നിൽക്കും. നിങ്ങൾ താക്കോല് മണ്ടി പാഞ്ഞ് കൊടുത്തോണ്ടാ നിന്നത് നമ്മൾ വെറുതെ ചിന്തിക്കുക. താക്കോലിന് ഒരു ഇതും ഇല്ല. വേണമെങ്കിൽ കൈ കൂടി പിടിക്കാതിരിക്കാനും നാവ് കടിക്കാതിരിക്കാനും നമുക്ക് എന്തെങ്കിലും തുണിയിൽ ചുറ്റിയിട്ട് വെച്ചു കൊടുക്കാം, വീഴാതിരിക്കാൻ നോക്കാം. അല്ലാതെ താക്കോല് പിടിച്ചിട്ട് ഒരു രോഗിക്ക് അപസ്മാരം നിൽക്കൂല. ആ സമയം കഴിയുമ്പോൾ അതങ്ങൾ സ്റ്റോപ്പ് ആവുക ചെയ്യണത്, താക്കോല് കുടിച്ചോണ്ടല്ല. ഇനി എന്തെങ്കിലും പൊട്ടത്തരം വേണോ? 2 എണ്ണം കിട്ടിയോ? ഇനി മാറ്റി തട്ടുമോ? ഇനി ഒക്കെ പോട്ടെ. നിങ്ങളൊക്കെ മനസ്സ് എവിടെ ഒന്ന് കാണിച്ചെന്നേ. അവിടെ എല്ലാവർക്കും ഇവിടെ തന്നെയാ? ആണോ? ഇനി പറയില്ല അല്ലേ? ക്ലാസ് കേട്ടോണ്ട് പറയില്ല, മുമ്പ് കേട്ടിട്ടുണ്ട്. പറയോ? എല്ലാവർക്കും മനസ്സ് എവിടെയാണോ? അല്ല കരളാണോ? കരളിൻ്റെ കഷ്ണങ്ങൾ ആണോ? മനസ്സ് എവിടെയാ? ഉറപ്പല്ലേ? ഇവിടെയുള്ള അവയവത്തിൻ്റെ പേരെന്താ? ഇടത് ഭാഗത്തുള്ള ഹൃദയമാണോ നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കുന്നേ, അല്ലെങ്കിൽ നമ്മളെ തലയാണോ?